എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മൈത്രേയ മഹർഷി വിതുരരും തമ്മിലുള്ള സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിതുരർ ചോദിക്കുന്നതിന് മൈത്രേയ മഹർഷി മറുപടി പറയുകയാണ്. അപ്പോൾ അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ ഭാഗവതം ആരംഭിക്കുന്നത്. ആദ്യം ബ്രഹ്മദേവൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മദേവൻ താൻ ഇരിക്കുന്ന ആ പത്മം അതെവിടെ നിന്നുണ്ടായി എന്നറിയാൻ പുറത്ത് ഒരു 100 വർഷം അന്വേഷണം നടത്തി. ആ താമരത്തണ്ടിലൂടെ ആ പ്രളയജലത്തിലൊക്കെ അന്വേഷിച്ചു, പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് താമരയിൽ വന്നിരുന്ന് 100 വർഷത്തെ തപസ്സനുഷ്ഠിച്ചപ്പോഴാണ് ബ്രഹ്മദേവന് അസ്തിത്വം അറിയാൻ സാധിക്കുന്നത്. ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായി എന്നുള്ള എൻ്റെ ഉൽപ്പത്തി സ്ഥാനം ആ സാക്ഷാൽ ഭഗവാന്റെ ഏറ്റവും വലിയ വിശാലമായ സ്ഥൂലരൂപം, വിരാട് സ്വരൂപ രൂപം കണ്ടത്. അങ്ങനെ കണ്ടതിന് ശേഷം ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുകയാണ്, ഒരുപാട് ആരാധിക്കുകയാണ്. എങ്ങനെ ഭഗവാനെ അറിയാത്തവർക്ക് ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മാവിൻ്റെ ആഗ്രഹം എന്താണെന്ന് ഭഗവാനോട് ഉണർത്തിക്കുകയാണ്. അതായത്, എൻ്റെ അസ്തിത്വം എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങയിൽ നിന്നാണ് ഞാൻ ഉണ്ടായതെന്ന് മനസ്സിലായി. പക്ഷേ സൃഷ്ടികർമ്മം ചെയ്യാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് മാത്രം എനിക്ക് അറിയില്ല. അതെനിക്ക് പറഞ്ഞു തരണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. അതിനായി ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി ബ്രഹ്മദേവൻ്റെ ആ ആഗ്രഹത്തിന്, ആ ആവശ്യത്തിന് ഭഗവാൻ നൽകുന്ന അനുഗ്രഹം, ആ മറുപടിയാണ് നമ്മൾ 29-ാമത്തെ ശ്ലോകം മുതൽ കാണാൻ പോകുന്നത്. അപ്പോൾ ശ്ലോകം 29. ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ ഉവാച. മാ വേദഗർഭ ഗാസ്തന്ത്രി ഗഹ തന്ത്രി സർഗ ഉദ്യമം ആവഹ തത്മയാ ആബാധിതം ഹി അഗ്രേ യത് മാം പ്രാർത്ഥയതേ ഭവാൻ. മാം വേദഗർഭ ഗാസ്തന്ത്രി വേദഗർഭ ഗാസ്തന്ത്രി സർഗ ഉദ്യമം ആവഹ തത്മയാ ആബാധിതം ഹി അഗ്രേ യത് മാം പ്രാർത്ഥയതേ ഭവാൻ. അതായത് ഭഗവാൻ ബ്രഹ്മദേവനോട് പറയാണ്, ഭവാൻ അതായത് അല്ലയോ ബ്രഹ്മദേവ, വേദഗർഭ, ബ്രഹ്മദേവനെ ആദ്യം വിളിക്കുന്നത് വേദത്തെ ഗർഭം ധരിച്ചവനെ എന്നാണ് ബ്രഹ്മദേവനെ വിളിക്കുന്നത്. അതായത് ഗർഭം ധരിക്കാന്ന് വെച്ചാൽ ഉള്ളിലുണ്ടാവുക എന്നാണല്ലോ. അപ്പോൾ വേദമാകുന്ന ആ അറിവ്, ആ ജ്ഞാനം ഉള്ളിലുള്ളവനെ എന്നാണ് ബ്രഹ്മദേവനെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ വിളി വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാം നിന്നിൽ തന്നെയുണ്ട്. അതാണ് ആ പറയുന്നത്. അതാണ് വേദത്തെ ഗർഭം ധരിച്ചവനെ, ആ അറിവിനെ ഉള്ളിലുള്ളവനെ, അതെല്ലാം നീ എന്താണോ അറിയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം അങ്ങയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്. തന്ത്രി എന്ന് വെച്ചാൽ അർത്ഥം ദുഃഖിക്കുക. മാ ഗാഹ, അങ്ങ് ഒരു കാരണവശാലും, മാ എന്ന് വെച്ചാൽ അർത്ഥം അരുത്, മാ ഗാഹ എന്ന് വെച്ചാൽ അരുത്, തന്ത്രി എന്ന് വെച്ചാൽ ദുഃഖിക്കുക, അങ്ങ് ദുഃഖിക്കരുത്. അതായത് ഈ സൃഷ്ടികർമ്മം എങ്ങനെ നടത്തണം എന്നൊക്കെ ആലോചിച്ച് ആകുലചിന്തനായി ഇരിക്കുകയാണ് ബ്രഹ്മദേവൻ. അപ്പോൾ അങ്ങ് അങ്ങനെ വിഷണ്ണനായിട്ട് ഇരിക്കരുത്, എല്ലാ അറിവും അങ്ങയുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്നിട്ട് പറയാണ് സർഗ എന്ന് വെച്ചാൽ ആ സൃഷ്ടി, ഉദ്യമം, സൃഷ്ടി എന്ന കർമ്മം, ഉദ്യമം എന്ന് വെച്ചാൽ വളരെ ഉത്സാഹത്തോടു കൂടി, ആവഹ അങ്ങ് ചെയ്യുക. ഭഗവാൻ പറയാണ്, ആ സൃഷ്ടികർമ്മം വളരെ ഉത്സാഹത്തോടെ അങ്ങ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞു തത് എന്ന് വെച്ചാൽ അത് എന്ന് വെച്ചാൽ അർത്ഥം ആ സൃഷ്ടികർമ്മം മയാ എന്ന് വെച്ചാൽ എന്നാൽ ആബാധിതം, ഈ സൃഷ്ടികർമ്മം എങ്ങനെ ചെയ്യണമെന്നുള്ള ആ അറിവ്
ഞാൻ ആപാദിതം വളരെ മുന്നേ തന്നെ, ഹി അഗ്രേ, അഗ്രേ എന്ന് വെച്ചാൽ മുൻപ്, വളരെ മുൻപ് തന്നെ, ആപാദിതം എന്ന് വെച്ചാൽ അങ്ങയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് എന്ന്. അങ്ങയുടെ ഉള്ളിൽ ആ അറിവ് ഞാൻ വളരെ മുൻപ് തന്നെ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് യത്, എന്താണോ മാം എന്നോട് പ്രാർത്ഥയതേ, അങ്ങ് എന്താണോ എന്നോട് പ്രാർത്ഥിച്ചത്, എന്തറിവ് നേടാൻ വേണ്ടിയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ആ അറിവ് വളരെ മുൻപ് തന്നെ ഞാൻ അങ്ങയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതാണ് ഭഗവാൻ ആദ്യമേ വിളിച്ചത് വേദഗർഭ. വേദം അങ്ങയുടെ, ആ അറിവ് അങ്ങയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അങ്ങ് എവിടെയോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ മുൻപ് തന്നെ അങ്ങ് എന്നോട് പ്രാർത്ഥിച്ച ആ അറിവ് വളരെ മുൻപ് തന്നെ ഞാൻ അങ്ങയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ സൃഷ്ടികർമ്മത്തെ വളരെ ഉത്സാഹത്തോടു കൂടി അനുഷ്ഠിച്ചാലും. അതാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് ബ്രഹ്മദേവൻ ഉണ്ടായപ്പോൾ, സൃഷ്ടി ആവിർഭവിച്ചതിന് ശേഷം ബ്രഹ്മദേവന്റെ മനസ്സിൽ വന്ന ചിന്ത സൃഷ്ടി എങ്ങനെ നടത്തണം എന്നുള്ളതായിരുന്നു ആ ചിന്തയുണ്ടായിരുന്നത്. അപ്പോൾ ഈ സൃഷ്ടികർമ്മം എങ്ങനെ ചെയ്യും, ആ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്നത്. ഈ ചിന്തയെ ഉണ്ടാക്കിയത് തന്നെ ഭഗവാനാ. കാരണം എന്തായിരിക്കും? ഈ സൃഷ്ടികർമ്മം നടത്താൻ നിയോഗിക്കപ്പെട്ട ശരീരമാണ് ബ്രഹ്മദേവൻ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ആ സൃഷ്ടികർമ്മം എനിക്ക് ചെയ്യണം എന്ന ഇച്ഛയെ, ആ ആഗ്രഹത്തെ ഉണ്ടാക്കിയത് തന്നെ ഞാനാ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഈ അറിവ്. അങ്ങനെ അതും വളരെ മുൻപ് തന്നെ, അങ്ങ് ചോദിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ അങ്ങയുടെ ഉള്ളിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങയുടെ ഉള്ളിൽ ആ അറിവ് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങക്ക് ആ പ്രവൃത്തി ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായത്. നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നമ്മളുടെ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥവും നമ്മളുടെ ജീവിതവുമായിട്ട്? ഇപ്പം നമ്മൾ പറയാറില്ലേ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് ഞാൻ. പാട്ടുപാടാനുള്ള കഴിവ്, ഡാൻസ് ചെയ്യാനായിട്ട്, എൻജിനീയറിങ്ങിൻ്റെ ഡോക്ടർ ആവാൻ, എന്തോ പല വിധത്തിലുള്ള കഴിവുകളൊക്കെ നമുക്ക്, കവിത എഴുതാൻ, പല വിധത്തിലുള്ള കഴിവുകളാണ് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ കഴിവ് നമ്മളുടെ ഉള്ളിൽ കിട്ടുമ്പോൾ, അപ്പോൾ നമുക്ക് ഓർമ്മയൊക്കെ വെച്ച് നമുക്ക് നല്ല ബുദ്ധിയും കുറച്ച് പ്രായമൊക്കെ എത്തുമ്പോൾ ഇന്നതുപോലെ ചെയ്യണം, ഇന്നതൊക്കെ ആവണം, ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളുടെ ഉള്ളിലേക്ക് ആ കഴിവിനെ ഭഗവാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ആഗ്രഹം, ആ കർമ്മം ചെയ്യാൻ, ആ പ്രവൃത്തി ചെയ്യാൻ, ആ ജോലി ചെയ്യാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഓൾറെഡി ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അത് ഇട്ടത് കൊണ്ടാണ് ഈ ആഗ്രഹം തന്നെ നമുക്കുണ്ടായത് എന്നാണ് അതിനർത്ഥം. എന്ന് മനസ്സിലായ? അത് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായത് തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ ബ്രഹ്മദേവ, അങ്ങ് ദുഃഖിക്കാതെ ആ സൃഷ്ടികർമ്മത്തെ ഉത്സാഹത്തോടു കൂടി ചെയ്തോളൂ. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ കർമ്മം, സൃഷ്ടി എങ്ങനെ ചെയ്യണം? മുന്നത്തെ കൽപ്പത്തിൽ അങ്ങ് തന്നെയാണ് സൃഷ്ടികർമ്മം നടത്തിയത്. അപ്പോൾ അത് എങ്ങനെയാണ് അത് നടത്തിയത് എന്നുള്ള സ്മരണ വരണ്ടേ? ആ സൃഷ്ടിയെ നടത്തിയത് സ്മരണ. ആ സ്മരണയുണ്ടാവണമെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ആ സ്മരണയുണ്ടാവണമെങ്കിൽ ബ്രഹ്മദേവൻ എന്ത് ചെയ്യണം? മുൻജന്മത്തിൽ ചെയ്ത കർമ്മം, ആ സൃഷ്ടികർമ്മം എങ്ങനെയാണ് ഞാൻ ചെയ്തത്, എപ്രകാരമാണ് ഞാൻ ചെയ്തത് എന്നുള്ള സ്മരണയുണ്ടാവണമെങ്കിൽ ബ്രഹ്മദേവന്റെ എന്ത് ശമിക്കണം? ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? ഞാൻ എന്ന ഭാവം അത് എവിടെയുണ്ടാവുക? അപ്പോൾ മനസ്സ് അല്ലേ? മനസ്സിലെ മറ്റെല്ലാ ചിന്തകളും ശമിക്കണം, മനസ്സ് നിശ്ചലമാവണം. അതിനെന്താ ചെയ്യണ്ടേ? മനസ്സ്, മറ്റെല്ലാ ചിന്തകളും പോയി മനസ്സ് നിശ്ചലമാവണമെങ്കിൽ എന്താ ചെയ്യുക? ധ്യാനം, തപസ് അല്ലേ? മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട്. അപ്പം അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞതും. ബ്രഹ്മദേവ, അങ്ങ് വീണ്ടും തപസ്സനുഷ്ഠിക്കൂ. തപസ് എന്ന് വെച്ചാൽ മനസ്സിനെ ഏകാഗ്രമാക്കൂ. എന്നിട്ട് ആ ഏകാഗ്രമായ മനസ്സിൽ മറ്റൊരു എങ്ങനെ ചെയ്യും, എപ്രകാരം ചെയ്യും, ഭഗവാൻ എനിക്കത് കാണിച്ചു തരുമോ, ഇങ്ങനെയൊന്നും ആലോചിച്ച് ആകുലപ്പെടാതെ മനസ്സിനെ നിശ്ചലമാക്കി വയ്ക്കുക. ചിന്തകളില്ലാതെ മനസ്സിനെ, ചലനമില്ലാതെ മനസ്സിനെ നിശ്ചലമാക്കി എന്നെ മാത്രം കണ്ടുകൊണ്ട് ഏകാഗ്രമാക്കി വയ്ക്കുമ്പോൾ അങ്ങയുടെ ഉള്ളിൽ മുന്നത്തെ കൽപ്പത്തിൽ അങ്ങ് നടത്തിയ ആ സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടാവും. അതാണ് പറയുന്നത്, അങ്ങയുടെ ഉള്ളിൽ ഞാൻ ഇട്ടിട്ടുള്ള ആ ഓർമ്മ, ആ അറിവ് തെളിഞ്ഞു വരും. അതാണ് ഈ 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭൂയഹാത്വം തപഹ ആദിഷ്ട വിദ്യാം ച ഏവമതാശ്രയാം താഭ്യാം അന്തഹൃതി
ബ്രഹ്മൻ ലോകാൻ ദ്രക്ഷ്യസി അഭാവൃതാൻ. ഈ ഭഗവാൻ പറയുന്ന ഈ വാക്കുകളുണ്ടല്ലോ, ഇത് ബ്രഹ്മദേവനായിക്കൊണ്ട് എന്ന രീതിയിൽ കേൾക്കരുത്, എനിക്കായിക്കൊണ്ട് എന്ന രീതിയിൽ വേണം ഈ വാക്കുകളെ, ഈ അനുഗ്രഹത്തെ, ഈ ഉപദേശത്തെ സ്വീകരിക്കാൻ കേട്ടാ. ഇതിൻ്റെ കേൾവിക്കാർ ഇത് എനിക്കായിക്കൊണ്ട് എന്ന രീതിയിൽ വേണം ഇതിനെ സ്വീകരിക്കാൻ. ഭൂയഹ എന്ന് വെച്ചാൽ വീണ്ടും. ഭഗവാൻ പറയാണ് ബ്രഹ്മൻ എന്ന് വെച്ചാൽ അല്ലയോ ബ്രഹ്മദേവ, ഭൂയഹ അങ്ങ് വീണ്ടും, ത്വം അങ്ങ്, തപസ്സു ചെയ്യുക, ആദിഷ്ട എന്ന് വെച്ചാൽ ചെയ്യുക, അനുഷ്ഠിക്കുക, എന്നിട്ട് വിദ്യ ആ അറിവിനെ നേടുക, എങ്ങനെ ഈ കർമ്മം ചെയ്യണമെന്നുള്ള വിദ്യ അറിവിനെ നേടുക, ച ഏവ മത് ആശ്രയാം എന്നെ ആശ്രയിച്ചുകൊണ്ട്. അപ്പം അങ്ങ് മറ്റെല്ലാ ചിന്തകളെയും കളഞ്ഞ് മനസ്സിൽ എന്നെ മാത്രം കണ്ടുകൊണ്ട് ഏകാഗ്രമാക്കി തപസ് ചെയ്ത് ആ അറിവിനെ നേടുക. താഭ്യാം എന്ന് വെച്ചാൽ അങ്ങനെ തപസ്സു ചെയ്ത് അറിവ് നേടിക്കഴിയുമ്പോൾ അന്തഃഹൃദി അങ്ങയുടെ ഹൃദയത്തിൽ, അങ്ങയുടെ മനസ്സിനുള്ളിൽ ലോകാൻ ദ്രക്ഷ്യസി ഈ ലോകങ്ങളെ, കഴിഞ്ഞ കൽപ്പത്തിൽ അങ്ങ് സൃഷ്ടിച്ച 14 ലോകങ്ങളെയും സർവചരാചരങ്ങളെയും എല്ലാത്തിനെയും ചരാചരങ്ങളെയും മുഴുവൻ പ്രപഞ്ചത്തെയും ദ്രക്ഷ്യസി അങ്ങ് കാണും. അഭാവൃതാൻ എന്ന് വെച്ചാൽ സകല ആവരണങ്ങളും ഇല്ലാതെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് എന്ന്. മായ എന്ന് വെച്ചാൽ ആവരണം എന്ന് വെച്ചാൽ എന്താ, അത് അറിയാൻ പറ്റാത്തതിൻ്റെ തടസ്സം നിൽക്കുന്ന മറ എന്താ? മായയുടെ എല്ലാ ആവരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുൻ ജന്മത്തിൽ അങ്ങ് ചെയ്ത ആ സൃഷ്ടികർമ്മം സർവപ്രപഞ്ചവും സർവചരാചരങ്ങളെയും അങ്ങ് കാണും. അതാണ് ലോകാൻ ദ്രക്ഷ്യസി എന്ന് പറയുന്നത്. അപ്പോൾ അന്വേഷിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ തപസ് ചെയ്തു. അത് കഴിഞ്ഞ് ഭഗവാനെ അങ്ങനെ 100 വർഷം അന്വേഷണം നടത്തിയിട്ടും കാണാതെ തപസ് ചെയ്ത് 100 വർഷവും ഇരുന്നു. അപ്പോഴാണ് ഭഗവാനെ കണ്ടത്. ഭഗവാൻ വീണ്ടും പറയുന്നു, വീണ്ടും മനസ്സിനെ ഏകാഗ്രമാക്കുക. അപ്പോൾ ഉള്ളിൽ തന്നെ ഉള്ള അറിവ് തെളിഞ്ഞു വരും. ഇത് എല്ലാവർക്കും ആയിക്കൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ആരാണ്, നമ്മളുടെ ജന്മലക്ഷ്യം എന്താണ്, നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് എന്നുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഭഗവാൻ അത് നൽകിയിട്ടാണ്, അത് ഇട്ടിട്ടാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഈ രൂപത്തിൽ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാൻ പറ്റാത്തത് മായയുടെ ആവരണം കൊണ്ടാണ്. പല 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 ചിന്തകൾ, ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, കഴിഞ്ഞതിനെക്കുറിച്ച് ആകുലതകളും ടെൻഷനും ഈ ചിന്തകളും കൊണ്ടാണ് നമുക്ക് ഈ മായ, ഈ ആവരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ അസ്തിത്വം എന്താണെന്നും നമ്മുടെ ജന്മലക്ഷ്യം എന്താണെന്നും നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ അറിയാതെ പോകുന്നത്. അപ്പോൾ ബ്രഹ്മദേവനോട് വീണ്ടും മനസ്സേകാഗ്രമാക്കി തപസ് അനുഷ്ഠിച്ച് ആ അറിവിനെ നേടിയിട്ട് സൃഷ്ടികർമ്മത്തെ ഉത്സാഹത്തോടു കൂടി ചെയ്യാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ തപസ് ചെയ്താൽ കാണാൻ പറ്റും സൃഷ്ടിച്ച അതേ ലോകങ്ങളെയും സർവചരാചരങ്ങളെയും. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി ആ കർമ്മം. അതാണ് പറഞ്ഞത്. ശ്ലോകം 31. തതഃ ആത്മനി ലോകേ ച ഭക്തിയുക്ത സമാഹിതഃ ദ്രഷ്ടാ അസി മാം തഥം ബ്രഹ്മൻ മയി ലോകാം ത്വം ആത്മന മയി ലോകാൻ ത്വം ആത്മന. തതഃ അനന്തരം, അങ്ങനെ മുഴുവൻ ലോകത്തെയും കണ്ട് ബ്രഹ്മദേവൻ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തതഃ അനന്തരം ഭക്തിയുക്ത സമാഹിത, ഭക്തിയിൽ, എന്നിലുള്ള പൂർണ്ണമായ സമർപ്പിതമായ ഭക്തിയിൽ, സമാഹിത എന്ന് വെച്ചാൽ ഏകാഗ്രമായ മനസ്സോടുകൂടി അങ്ങ് ഈ കർമ്മം, ഈ തപസ് അനുഷ്ഠിച്ച് ഈ മുഴുവൻ ലോകത്തെയും കാണുമ്പോൾ ആത്മനി ലോകേ, ആത്മനി എന്ന് വെച്ചാൽ തന്നിൽ, ബ്രഹ്മദേവ അങ്ങയിൽ, ലോകേ മുഴുവൻ ലോകത്തെയും അങ്ങ് അങ്ങ് ഈ മുഴുവൻ ലോകത്തിലും, അതായത് ഈ മുഴുവൻ ലോകത്തിലും തന്നെയും, അതുപോലെ ദ്രഷ്ടസി എന്ന് വെച്ചാൽ കാണും, ഇനി അസി എന്ന് വെച്ചാൽ അങ്ങ്, ഇനി പറയാണ് മാം, അതായത് സൃഷ്ടിക്കാൻ പോകുന്ന ആ മുഴുവൻ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും ഭഗവാനെ കാണുന്നു. എന്നിട്ട് പറയാണ് മാം എന്ന് വെച്ചാൽ ഞാൻ, തദം എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുന്നതായി, സർവചരാചരങ്ങളിലും മുഴുവൻ പ്രപഞ്ചത്തിലും ഞാൻ വ്യാപിച്ചിരിക്കുന്നതായി, ആ സൃഷ്ടിക്കാൻ പോകുന്ന സകലത്തിലും അങ്ങേക്ക് എന്നെ കാണാൻ സാധിക്കും. ഇനി മയി, ഇനി അങ്ങ് എന്നെ രൂപം കണ്ടിട്ടുണ്ട്, ആ വിരാട് സ്വരൂപ രൂപം, അതാണ് മയി. ആ രൂപത്തിൽ എന്നിൽ ലോകാൻ ത്വം ആത്മന, ത്വം എന്ന് വെച്ചാൽ അങ്ങ്, ലോകാൻ എന്ന് വെച്ചാൽ മുഴുവൻ ലോകത്തെയും അങ്ങും സ്വയം, ആത്മന അങ്ങ് സ്വയം കാണുന്നു. എന്ന് വെച്ചാൽ എന്താർത്ഥം? സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് പല പല ശരീരരൂപത്തിൽ സർവചരാചരങ്ങളും 14 ലോകങ്ങളുമായിട്ടിരിക്കുന്നത് എന്ന് അങ്ങ് കാണും. ഇനി
അപ്പോൾ സർവചരാചരങ്ങളിലും സകലത്തിലും അങ്ങ് എന്നെ കാണും. ഇനി എന്നിൽ സർവ്വതിനെയും കാണും, മുഴുവൻ ലോകത്തെയും സർവചരാചരങ്ങളെയും കാണും. എന്ന് വെച്ചാൽ ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്ന ദ്വൈതഭാവമില്ലാതെ അദ്വൈതത്തെ അങ്ങ് അറിയും. സർവ്വതിലും ആ ശരീരം എന്ന വ്യത്യാസത്തെ മറന്നു കഴിഞ്ഞാൽ അതിലും എന്നിലും അതിലും ഇതിലും എല്ലാത്തിലും ഇരിക്കുന്നത് ഒരേയൊരു ബോധസ്വരൂപനായ ഈശ്വരനും പരപുരുഷനും ശക്തിയാകുന്ന പ്രകൃതിയും ചേർന്ന പരമാത്മാവ് തന്നെയാണ് എന്ന് അറിയാൻ പറ്റും. നമ്മൾ അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ ചന്ദ്രനായിട്ട് ആകാശത്ത് നിൽക്കുന്ന പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് നമ്മൾ ജലത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ കണ്ണാടിയിൽ കാണുന്നത് എൻ്റെ പ്രതിബിംബമാണ്, അല്ലേ എന്ന് പറഞ്ഞതുപോലെ ആ പരമാത്മാവ് ശരീരത്തിലിരിക്കുമ്പോൾ കാണുന്ന പ്രതിബിംബമായിട്ട് ജീവാത്മാവ്. അപ്പം ഞാനും കണ്ണാടിയിൽ കാണുന്ന ആ രൂപവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ആ ശരീരത്തിൽ കണ്ണാടിയാകുന്ന ശരീരത്തിൽ എന്നെ കാണുമ്പോൾ എൻ്റെ പ്രതിബിംബം അതിൽ കാണുന്നു എന്നേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ പ്രതിബിംബത്തിന് തോന്നുന്നത് ഞാൻ ചലിക്കുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു എന്നൊക്കെ തോന്നുന്നതിൻ്റെ കാരണം എന്താ? ആ മിറർ കിടന്ന് ആടുന്നുണ്ട്, അല്ലേ? ആ കണ്ണാടി ആടുമ്പോൾ പ്രതിബിംബവും ആടും. പക്ഷെ യഥാർത്ഥത്തിലുള്ള ആൾക്ക് ഒരാട്ടവും ഇല്ല, അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അല്ലയോ ബ്രഹ്മൻ എന്ന് വെച്ചാൽ ബ്രഹ്മദേവനെ വിളിക്കുകയാണ്. അങ്ങ് തപസ് ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കി കഴിഞ്ഞാൽ മുഴുവൻ ലോകത്തെയും അങ്ങേക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ കാണുമ്പോൾ അതിനൊരു സവിശേഷത കൂടെയുണ്ട്. അദ്വൈതമായിട്ടാണ് അങ്ങ് കാണുക. അതായത് സൃഷ്ടിക്കാൻ പോകുന്ന സർവ്വലോകത്തും ചരാചരങ്ങളിലും അങ്ങ് എന്നെയും എന്നിൽ അവയെ എല്ലാം മുഴുവൻ ലോകത്തെയും അങ്ങ് കാണും. എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഈ ലോകം മുഴുവൻ വ്യാപരിച്ചു നിൽക്കുന്നത് എന്ന സത്യം, അദ്വൈതമാകുന്ന സത്യം അങ്ങ് അറിയും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ശ്ലോകം 32. യഥാതു സർവഭൂതേഷു ദാരുഷു അഗ്നി ഇവ സ്ഥിതം പ്രതിചക്ഷീത മാം ലോക ജഹ്യാത് തർഹിയേവ കശ്മലം യഥാതു സർവഭൂതേഷു ദാരുഷു അഗ്നി ഇവ സ്ഥിതം പ്രതിചക്ഷീത മാം ലോക ജഹ്യാതർഹിയേവ കശ്മലം. എന്ന് വെച്ചാൽ എന്താന്ന് പറയുന്നോ? അർത്ഥം പറയുന്നത്, എല്ലാ മരങ്ങളും ഉണ്ടല്ലോ, ഇപ്പൊ കാടിനകത്ത് തീ പടർന്നു കയറുന്നത് എങ്ങനെയായിരിക്കും? അവിടെ കാറ്റത്ത് ഈ മരങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോഴാണ് കാട്ടിലെ അവിടെ നിന്ന് ഒരു അഗ്നി ഇങ്ങനെ കണങ്ങൾ വരികയാണ്. അതാണ് പിന്നെ ഇലകളിലേക്ക് ഉണങ്ങിയിരിക്കുന്ന ഇലകളിലേക്കും മരങ്ങളിലേക്കൊക്കെ പടർന്നു പിടിച്ച് കാട് മുഴുവൻ അഗ്നിക്കിരയാവുന്നത്. അപ്പോൾ 2 മരങ്ങൾ കൂട്ടി ഉരസുമ്പോൾ അല്ലെങ്കിൽ 2 കല്ലുകൾ കൂട്ടി ഉരസുമ്പോൾ അതിൽ നിന്നും ഒരു സ്പാർക്ക് വരും, ഒരു തീ വരും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ മരക്കഷ്ണത്തിൻ്റെ ആ തടിയുടെ ഉള്ളിൽ അതുപോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്നു അതിൻ്റെ ഉള്ളിൽ അഗ്നി എന്നർത്ഥം. അതിൻ്റെ ഉള്ളിൽ അഗ്നി ഇല്ലെങ്കിൽ അത് കൂട്ടി ഉരസുമ്പോൾ അഗ്നി വരുമോ? കല്ലിൻ്റെ ഉള്ളിൽ കല്ല് പോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തിയുണ്ട്, അഗ്നി എന്ന ശക്തി. അതാണ് 2 കല്ലുകൾ കൂട്ടി ഉരസുമ്പോൾ അഗ്നി പുറത്തേക്ക് വരുന്നത്. 2 മരക്കഷ്ണങ്ങൾ കൂട്ടി ഉരസുമ്പോൾ അഗ്നി പുറത്തേക്ക് വരുന്നതിൻ്റെ കാരണം അവയ്ക്കുള്ളിൽ അവ പോലും അറിയാതെ അഗ്നി ഉറങ്ങിക്കിടക്കുന്നു എന്നർത്ഥം. അതാണ് ഇവിടെ ഇതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ ആരും അറിയാതെ ആ ബോധസ്വരൂപനാകുന്ന ഈശ്വരനും പ്രകൃതി എന്ന ശക്തിയും ഒരുമിച്ച പരമാത്മ ചൈതന്യം എന്ന ആ ചൈതന്യം നമ്മൾ ആരും അറിയണില്ല, നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. ആ ഉദാഹരണമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. യഥാതു എപ്പോഴാണ് സർവഭൂതേഷു സകല ചരാചരങ്ങളും ദാരുഷു അഗ്നി ഇവ വിറക് കഷ്ണത്തിൻ്റെ ഉള്ളിൽ അഗ്നി എന്ന പോലെ സ്ഥിതം, എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും വിറകിൻ്റെ ഉള്ളിൽ അഗ്നി ഇരിക്കുന്നത് പോലെ സർവചരാചരങ്ങളുടെ ഉള്ളിലും ആ പരമാത്മാവ് ഇരിക്കുന്നു എന്ന് യഥാതു എപ്പോഴാണോ ഒരുവൻ മനസ്സിലാക്കുന്നത്, തർഹിയേവ എന്ന് വെച്ചാൽ അപ്പോൾ, പ്രതിചക്ഷീത എന്ന് വെച്ചാൽ കാണാൻ കഴിയുന്നു, മാം എന്നെ, ലോക ഈ ലോകത്തിൽ നിന്ന്. മനസ്സിലായ? അപ്പോഴാണ് അവന് എന്നെ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ മനസ്സിലെ കശ്മലം, സകല കശ്മലങ്ങളും എന്ന് വെച്ചാൽ വ്യാമോഹങ്ങളും ജഹ്യാത് ഇല്ലാതായി പോകുന്നു. മനസ്സിലായ? മായയുടെ എല്ലാ ആവരണങ്ങളും അതോട് പലതായി നമുക്ക് തോന്നുന്നത്
മായയിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ്. മായയുടെ പല ആവരണങ്ങളൊക്കെ പൊട്ടിപ്പോയി കഴിയുമ്പോൾ എല്ലാ വ്യാമോഹങ്ങളും അതോടെ ഇല്ലാതാകുന്നു. അഗ്നിയുടെ ഉള്ളിൽ, കല്ലിൻ്റെ ഉള്ളിൽ, മരക്കഷ്ണത്തിൻ്റെ അല്ലെങ്കിൽ കല്ലിൻ്റെയൊക്കെ ഉള്ളിൽ അതുപോലും അറിയാതെ അഗ്നിയുടെ അംശം ഇരിക്കുന്നത് പോലെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം ഉണ്ട് എൻ്റെ ഉള്ളിൽ എന്ന് ആരറിയുന്നു? എപ്പോഴാണോ അവൻ അറിയുന്നത് അന്ന് മുതൽ അവൻ എന്നെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്താ? ഒരു കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും സർവ്വചരാചരങ്ങളിലും അവൻ എന്നെ കാണാൻ സാധിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ തത്വമാണ് അന്ന് പ്രഹ്ലാദൻ ഞാൻ വിശ്വസിക്കുന്ന ഭഗവാൻ ഈ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞത്. മനസ്സിലായ? ഈ അറിവായിരുന്നു അന്ന് പ്രഹ്ലാദൻ പറഞ്ഞത്. അപ്പോൾ സർവ്വതിലും എന്നെ അവന് കാണാൻ സാധിക്കുന്നു. അതോടെ അവൻ്റെ സകല വ്യാമോഹങ്ങളും അതോടെ ഇല്ലാതായി പോകുകയും ചെയ്യുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. ആ അദ്വൈതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദ്വൈതമില്ല, പിന്നെ ഒന്നും ഒരു വേർതിരിവുമില്ല, സർവ്വതും ഈശ്വരൻ തന്നെ എന്നുള്ള ഭാവം വന്നു. ഇനി ശ്ലോകം 33. യഥാരഹിതം ആത്മാനം ഭൂതേന്ദ്രിയ ഗുണാശയൈ സ്വരൂപേണ മയാ ഉപേദം പശ്യൻ സ്വരാജ്യം ഋച്ഛതി. സ്വരാജ്യം ഋച്ഛതി എന്താ പറഞ്ഞതെന്നറിയോ? യഥാ, അപ്പോഴാണ് മനസ്സിലാവുന്നത്. യഥാന്ന് വെച്ചാൽ എപ്പോഴാണ് ഭൂതേന്ദ്രിയ ഗുണാശയൈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭൂതം, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, വിഷയങ്ങളുണ്ടല്ലോ, രസം, രൂപം, ഗന്ധം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ. ഇനി ഗുണങ്ങൾ എന്ന് വെച്ചാൽ സത്വരജതമോ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നും രഹിതം, അതിനോട് ബന്ധമില്ലാത്തവനാണ്, സ്വതന്ത്രനായി നിൽക്കുന്നവനാണ് ആത്മാനം, ആ ജീവാത്മാവ് എന്ന് അറിഞ്ഞ് അപ്പോൾ എന്നൊരാൾ അറിയുന്നത്. അതായത് ഞാനെന്ന് പറയുന്ന ആത്മചൈതന്യം ഈ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും വിഷയങ്ങളും ത്രിഗുണങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്തവനാണ് എന്ന് ഞാനാകുന്ന ഈ ജീവാത്മാവിന് ഇവയുമായി ഒരു ബന്ധവുമില്ല, ഞാൻ പൂർണ്ണ സ്വതന്ത്രനാണെന്ന് ഒരുവൻ എപ്പോൾ അറിയുന്നു, അപ്പോൾ സ്വരൂപേണ മയാ ഉപേദം, എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ, എൻ്റെ സ്വരൂപേണ, എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് ഉപേദം, അവൻ ലയിച്ചു ചേരുന്നു. യഥാർത്ഥ സ്വരൂപം എന്ന് വെച്ചാൽ എന്താ? ഭഗവാന്റെ പരമൂലസ്ഥാനം, പരമപദം. യഥാർത്ഥ സ്വരൂപം എന്ന് വെച്ചാൽ പരമാത്മാവ്, നിർഗുണ പരബ്രഹ്മം. അതും ജീവാത്മാവും തമ്മിൽ വ്യത്യാസമില്ല എന്ന്, പരമാത്മാവും ജീവാത്മാവും വ്യത്യാസമില്ല എന്ന് തിരിച്ചറിയുന്നു. ഉപേദം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒന്നാണെന്ന് അവൻ അറിയുന്നു. എപ്പോഴാണോ പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ, ഈ ഭൗതികമായ കാണുന്ന വിഷയങ്ങൾ, ത്രിഗുണങ്ങൾ, ഇവയ്ക്കൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവനാണ് ഞാൻ എന്ന് ഒരാൾ എപ്പോൾ തിരിച്ചറിയുന്നു, ഞാൻ എന്ന് പറഞ്ഞാൽ ആ ജീവാത്മാവാണെന്ന് തിരിച്ചറിയുന്നു, അന്ന് അവൻ ഞാൻ എന്ന് പറയുന്ന ആ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് വെച്ചാൽ അദ്വൈതം തന്നെ ഒന്നാണ് എന്ന് അറിയുന്നു. അങ്ങനെ പശ്യെന്ന് വെച്ചാൽ അതിനെ കാണുന്നു, ഒന്നാണെന്ന് കാണുന്നു. അപ്പോൾ സ്വരാജ്യം ഋച്ഛതി, അവൻ സ്വരാജ്യം, സ്വന്തം ലക്ഷ്യസ്ഥാനമാകുന്ന മോക്ഷത്തെ ഋച്ഛതി, പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന വേരായിട്ട് ഭഗവാൻ എന്താ പറഞ്ഞു കൊടുത്തത്? എന്ത് കർമ്മം ചെയ്യണം, എങ്ങനെ ആ കർമ്മത്തെ പ്രവർത്തിക്കണം. അതിപ്പോൾ ബ്രഹ്മദേവൻ്റെ കർമ്മം സൃഷ്ടി, ഇനി നമ്മളുടെ ആണെങ്കിലോ നമ്മൾ ചെയ്യുന്ന കർമ്മം, നമ്മൾ എന്ത് കർമ്മങ്ങളൊക്കെ ചെയ്യണം, എങ്ങനെ വേണം അതൊക്കെ നമ്മൾ പ്രവർത്തിക്കാൻ, നമ്മളുടെയൊക്കെ അസ്തിത്വം എന്താണ്, ഞാൻ ആരാണ്, ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം മനസ്സ്, ചിത്തം ശുദ്ധമാവണം, മനസ്സ് ഏകാഗ്രമാവണം. അതിനെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി തപസ് അനുഷ്ഠിക്കണം. ഇതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അറിവ് നേടിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ വ്യത്യാസങ്ങളില്ല, ദ്വൈതമില്ല, അദ്വൈതമേ ഉള്ളൂ. ഇടിയും മഴയും ഉണ്ടോ, കുഴപ്പമില്ല, അപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ദ്വൈതമില്ല, അദ്വൈതമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ മനസ്സിലാവും ജീവാത്മാവും ഞാനാകുന്ന ജീവാത്മാവും ആ പരമാത്മാവും ഒന്ന് തന്നെ എന്ന് കാണുകയും അങ്ങനെ അവൻ മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ശ്ലോകം 34 എന്നിട്ട് പറയാണ്, നാനാ കർമ്മവിധാനേന പ്രജാ ബഹ്വി ശുശ്രൂഷത ന ആത്മ അവസീദതി അസ്മിൻ തേ വർഷീയാൻ മദനുഗ്രഹ. നാനാ കർമ്മവിധാനേന പ്രജാ ബഹ്വി ശുശ്രൂഷത ന ആത്മ അവസീദതി അസ്മിൻ തേ വർഷീയാൻ മദനുഗ്രഹ. ബ്രഹ്മദേവനോട് പറയാൻ കേട്ടാ, നാനാ കർമ്മവിധാനേന, പലവിധ കർമ്മങ്ങളിലൂടെ, പ്രജാബഹ്വി അതായത് ബഹുവിധ പ്രജകളെ, 14 ലോകങ്ങളെയും സർവചരാചരങ്ങളെയും ശുശ്രൂഷത സൃഷ്ടിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അത്
എന്നിട്ട് പറയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ, ആ കർമ്മം അങ്ങ് ചെയ്യുമ്പോൾ ആത്മാന്ന് വെച്ചാൽ അങ്ങയുടെ മനസ്സുണ്ടല്ലോ, അത് ആത്മാവെന്ന് വെച്ചാൽ അങ്ങയുടെ മനസ്സും ശരീരവും ബുദ്ധിയും ഒന്നും ന അവസീതതി, ക്ഷീണിച്ചു പോവില്ല, എന്ന് തളർന്നു പോവില്ല. കാരണം എന്താ? അസ്മിൻ, ആ കർമ്മം ചെയ്യുന്നത് അങ്ങ് ആ കർമ്മം ചെയ്യുമ്പോൾ വർഷീയാൻ, വർദ്ധിച്ചു വരുന്ന, വർഷീയാൻ എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന, മദനുഗ്രഹ, എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആ കർമ്മം അങ്ങ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കർമ്മം ചെയ്യുന്നതിൽ അങ്ങയുടെ ശരീരമനോബുദ്ധികൾ ഒരിക്കലും ക്ഷീണിച്ചു പോവില്ല. ഭഗവാന്റെ ഒരു അനുഗ്രഹം കണ്ടോ. എൻ്റെ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണാർപ്പണം ചെയ്തുകൊണ്ട് ശക്തിയായി നിന്ന ശക്തിയാണ് സകല കർമ്മങ്ങളും ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്നത്, കർമ്മമായിരിക്കുന്നത് എന്ന് ഭാവത്തിൽ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആരാണോ അവനിൽ നിക്ഷിപ്തമായ പലവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, ആ കർമ്മം എന്ത് തന്നെ അവൻ ചെയ്താലും ആ കർമ്മം ചെയ്യുന്നതിൽ അവൻ്റെ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒരിക്കലും തളർന്നു പോവില്ല, ക്ഷീണിച്ചു പോവില്ല. കാരണം വർദ്ധിച്ചു വരുന്ന എൻ്റെ അനുഗ്രഹത്താലാണ് അവൻ ആ കർമ്മം ചെയ്യുന്നത്. കാരണം ഭഗവാന്റെ മോക്ഷം ആഗ്രഹിക്കുന്നവന് ഒരു അഭയസ്ഥാനമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു അഭയസ്ഥാനമുള്ളൂ, അത് ഭഗവാന്റെ തൃപ്പാദങ്ങളാണ്. ഒരു പ്രവൃത്തിയെ അവൻ മോക്ഷം ആഗ്രഹിക്കുന്നവന് ചെയ്യാനുള്ളൂ, വേറൊന്നുമില്ല. ആ പ്രവൃത്തി പൂർണ്ണമായ ശരണാഗതി, കീഴടങ്ങലാണ്, സറണ്ടർ ആവലാണ്. ഇത് രണ്ടുമേ ഉള്ളൂ. ഒരു അഭയസ്ഥാനമേ ഉള്ളൂ, ഒരേ ഒരു പ്രവൃത്തിയേ ഉള്ളൂ, പൂർണ്ണമായ ശരണാഗതി അടയൽ. അഭയസ്ഥാനം ഭഗവാന്റെ തൃപ്പാദങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് പിന്നെ ജീവിക്കുന്നത് ഭൗതിക ലോകത്താണ്, ഭൂമിയിലാണ് ജീവിക്കുന്നത്. പലവിധ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏത് കർമ്മം ചെയ്താലും ഒരിക്കലും ശരീരമനോബുദ്ധി തളർന്നു പോവില്ല. കാരണം എൻ്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണാർപ്പണം ചെയ്തുകൊണ്ട് ചെയ്യുന്നവൻ്റെ കർമ്മം, അവൻ കർമ്മം ചെയ്യുമ്പോൾ അത് എൻ്റെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടിയാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവന് ക്ഷീണം വരില്ല. അങ്ങനെ കർമ്മം ചെയ്യുന്ന ആരെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും? സൂര്യദേവൻ അല്ലേ? എന്നും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, കത്തിയെരിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിന് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നു, ഒരു ക്ഷീണവുമില്ല. ഭൂമിദേവി, അഗ്നി, ജലം, പഞ്ചഭൂതങ്ങളൊക്കെ ഇതുപോലെ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ക്ഷീണം സംഭവിക്കാത്തത്. ശ്ലോകം 35. ഋഷീം ആദ്യം ന ബധ്നാതി പാപീയാൻ ത്വം രജോ ഗുണഃ യത് മനഃ മയി നിർബദ്ധം പ്രജാ സംസൃജതോ അഭീതേ. അപ്പോൾ പറയാണ്, ആദ്യം ഋഷി, അങ്ങ് ബ്രഹ്മദേവ, അങ്ങ് ആദ്യത്തെ ഋഷിയാണ്, ഏറ്റവും ആദ്യത്തെ ഈ അറിവ് നേടിയ ആള് ഋഷി അങ്ങാണ്. എന്നിട്ട് പറയാണ്, പാപീയാൻ ത്വം രജോ ഗുണ, ത്വം അങ്ങ് രജോ ഗുണത്തോടു കൂടിയാണ് അങ്ങ് ജനിച്ചിരിക്കുന്നത്. ബ്രഹ്മദേവന്റെ ഗുണം, ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്ന ബ്രഹ്മാവും മഹാവിഷ്ണുവും മഹാദേവനും സകല ദേവീദേവന്മാരും 14 ലോകങ്ങളടക്കം ത്രിഗുണാത്മകമാണ് അല്ലേ? കാരണം മായയിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം. സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിയാനത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൽ രജോ ഗുണം കൂടി നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് ബ്രഹ്മദേവൻ ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മദേവന്റെ ഉള്ളിലെ ശക്തി എന്ന് പറയുന്നത് രജോ ഗുണം കൂടി നിൽക്കുകയാണ്. രജോ ഗുണം കൂടി നിൽക്കുമ്പോൾ കൂടുതൽ കർമ്മം ചെയ്യാനും ആഗ്രഹങ്ങൾ കൂടും. രജോ ഗുണം കൂടിയ മനസ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആഗ്രഹങ്ങൾ കൂടും, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട്. അതുപോലെ തന്നെ ഉത്സാഹത്തോടു കൂടി അവർ കർമ്മം ചെയ്യും. ഒരുപാട് ലക്ഷ്യങ്ങൾ, അത് നേടണം, ഇത് നേടണം, അത് വെട്ടിപ്പിടിക്കണം, ഇത് വെട്ടിപ്പിടിക്കണം, ഭയങ്കര ഉത്സാഹവുമായിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും അവർക്ക്. അപ്പോൾ അതാണ് രജോ ഗുണം കൂടി നിൽക്കുന്നത്. ബ്രഹ്മദേവന് ഒരിക്കലും റെസ്റ്റ് ഇല്ല. 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മദേവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സൃഷ്ടി എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മദേവന് രജോ ഗുണം ഉണ്ടെങ്കിലേ സൃഷ്ടികർമ്മം ചെയ്യാൻ പറ്റുള്ളൂ, കർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങ് രജോ ഗുണം കൂടിയിട്ടാണ് അങ്ങ് ജനിച്ചത്. അങ്ങയിൽ കൂടി നിൽക്കുന്നത് രജോ ഗുണമാണ്. പക്ഷേ അതാണ് ഇവിടെ പറയുന്നത്, പാപീയാൻ ത്വം രജോ ഗുണ, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രജോ ഗുണമാണ് അങ്ങയിൽ കൂടി നിൽക്കുന്നത്. അതാണ് പാപീയാൻ എന്ന് പറയുന്നത്. പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രജോ ഗുണമാണെന്ന് പറയാൻ കാരണം രജോ ഗുണികൾക്ക് ആഗ്രഹം കൂടുതലായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ആഗ്രഹമാണ് പിന്നീട് പാപം, തെറ്റിലേക്ക് അവനെ നയിക്കുന്നത്. അപ്പം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രജോ ഗുണമാണ് അങ്ങയിൽ കൂടി നിൽക്കുന്നതെങ്കിലും ന ബധ്നാതി, ആ കർമ്മം രജോ ഗുണത്തിൽ നിന്നുകൊണ്ട് അങ്ങ് ചെയ്യുന്ന ഈ സൃഷ്ടികർമ്മം അങ്ങയെ ബന്ധിപ്പിക്കില്ല, ബന്ധനസ്ഥനാക്കില്ല എന്ന്. അതായത് ഈ ഭൗതിക ലോകത്ത് അങ്ങ് ബന്ധിതനാവില്ല. ആ കർമ്മം കൊണ്ട്, ആ കർമ്മത്തിൻ്റെ കർമ്മഫലം അങ്ങേക്ക് സംഭവിക്കില്ല. അതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനഃ, അങ്ങയുടെ മനസ്സുണ്ടല്ലോ, മയി നിർബദ്ധം, എന്നിൽ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്, ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങയുടെ മനസ്സിൽ വേറെ ഞാനാണ് എന്നുള്ളൊരു ഭാവമില്ല. അങ്ങയുടെ മനസ്സ് പൂർണ്ണമായും എന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട്
അങ്ങയ്ക്ക് ഈ കർമ്മം രജോ ഗുണത്താൽ ഉണ്ടാകുന്ന ബന്ധനം അങ്ങയ്ക്ക് ബാധിക്കുകയില്ല. അതുകൊണ്ട് പ്രജാ സംസൃജതേ അഭിതേ, അതുകൊണ്ട് ധൈര്യമായി അങ്ങ് സൃഷ്ടികർമ്മത്തെ അനുഷ്ഠിച്ചാലും, അതാണ് പറയുക, അങ്ങ് ആ സൃഷ്ടികർമ്മത്തെ ചെയ്തോളൂ. അങ്ങയ്ക്ക് രജോ ഗുണമാണ് കൂടി നിൽക്കുന്നതെങ്കിലും അതുകൊണ്ട് അങ്ങ് ബന്ധിതനാവില്ല. കാരണം അങ്ങയുടെ മനസ്സ് എന്നിൽ ബന്ധിതനാണ്, കെട്ടിയിട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങയ്ക്ക് അതിൻ്റെ ബന്ധനം ബാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ശ്ലോകം 36. ജ്ഞാതഃ അഹം ഭവതാ തു അദ്യ ദുർവിജ്ഞേയ അഭിദേഹിനാം യത് മാം ത്വം മന്യസേ അയുക്തം ബോധേന്ദ്രിയ ഗുണാത്മഭിഹി. ഇവിടെ എന്താ പറയണെന്നാ, ദുർവിജ്ഞേയ അഭിദേഹിനാം. ദേഹിനാം എന്ന് പറഞ്ഞാൽ ശരീരത്തിലിരിക്കുന്ന ജീവചരാചരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരായിരിക്കും? മനുഷ്യരാണ് ശരീര മനോബുദ്ധിയോടുകൂടി ഇരിക്കുന്നത്. അപ്പോൾ ദേഹിനാം എന്ന് പറഞ്ഞാൽ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. ദേഹത്തിലിരിക്കുന്ന ആ മനുഷ്യ സൃഷ്ടിക്ക് ദുർവിജ്ഞേയ അഭി, എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ അത് അത്യധികം ദുസ്സഹമായൊരു കാര്യമാണ്. എന്നെ അറിയാൻ പറ്റില്ല. കാരണം മനുഷ്യർക്ക് പൂർണ്ണമായും ദേഹികൾ മായയിൽ പെട്ടിട്ടാണ് നടക്കുക. അതുകൊണ്ട് പൂർണ്ണമായി അവർക്ക് എന്നെ അറിയാൻ പറ്റില്ല. അതാണ് ദുർവിജ്ഞേയ അഭി എന്ന് പറയുന്നത്. അഭി എന്ന് വെച്ചാൽ എങ്കിലും. അങ്ങനെയാണ് സാധാരണ. ദേഹികൾക്ക്, ശരീരത്തിലിരിക്കുന്നവർക്ക് എന്നെ അറിയാൻ സാധിക്കില്ല, നിർഗുണ പരമാത്മാവിനെ അറിയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ഭവതഃ അങ്ങ് തു അദ്യ ഇന്ന് ഇപ്പോൾ ജ്ഞാതഃ അഹം എന്നെ അറിഞ്ഞിരിക്കുന്നു. അങ്ങും ഒരു ശരീരത്തിലാണ് ഇരിക്കുന്നത്, ബ്രഹ്മദേവന്റെ ശരീരം. പക്ഷേ അങ്ങ് ഇന്ന് ഇപ്പോൾ എന്നെ അറിഞ്ഞിരിക്കുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് അങ്ങ് എന്നെ അറിഞ്ഞത്? അയുക്തം ഭൂത ഇന്ദ്രിയ ഗുണാത്മഭി. പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ, 3 ഗുണങ്ങൾ, ഇവയിൽ നിന്നൊക്കെ അയുക്തം എന്ന് വെച്ചാൽ മുക്തമായിരിക്കുന്നവനാണ് ഞാൻ എന്ന് അങ്ങ് അറിഞ്ഞു. യത് എന്ന് വെച്ചാൽ എന്തെന്നാൽ മാം എന്നെ ത്വം അങ്ങ് മന്യസേ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മദേവ, ശരീരികൾക്ക് ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അങ്ങ് എന്നെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ പഞ്ചഭൂതങ്ങൾക്കും പഞ്ചേന്ദ്രിയങ്ങൾക്കും ത്രിഗുണങ്ങൾക്കും മറ്റെല്ലാ വിഷയങ്ങൾക്കും അതിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്ന സാക്ഷാൽ നിർഗുണ പരബ്രഹ്മമാണ് എന്ന് തന്നെ അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങേക്ക് എന്നെ പൂർണ്ണമായി അറിയാൻ സാധിച്ചത്. അതാണ് പറയുന്നത്. പക്ഷേ സാധാരണ ശരീരത്തിലിരിക്കുന്നവർക്ക് ഇങ്ങനെ എന്നെ പൂർണ്ണമായി അറിയാൻ സാധിക്കില്ല. ശ്ലോകം 37. തുഭ്യം മത് വിചികിത്സയാം ആത്മാ മേ ദർശിത അബഹി നാളേന സലിലേ മൂലം പുഷ്കരസ്യ വിജിന്വതഃ. എന്ന് വെച്ചാൽ എന്താ പറയണെന്നാ, എന്നിട്ട് പറയണം, അപ്പം അങ്ങക്ക് അങ്ങനെ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അങ്ങ് ശരീരികൾക്ക് ശരിക്കും എന്നെ അറിയാൻ സാധിക്കില്ല, പക്ഷെ അങ്ങ് എന്നെ അറിഞ്ഞു. ഞാൻ എല്ലാത്തിൽ നിന്നും മുക്തനായ നിർഗുണ പരമാത്മാവാണെന്ന് അങ്ങ് അറിഞ്ഞു. അതെങ്ങനെയാണ് അറിഞ്ഞതെന്നാണ് ഈ 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നാളേന സലിനെ, ആ താമരപ്പൂവിൻ്റെ, അങ്ങയുടെ ഇരിപ്പിടമായ താമരപ്പൂവിൻ്റെ നാളിയുണ്ടല്ലോ, ആ നാഡിയുടെ സലിലെന്ന് വെച്ചാൽ ആ പ്രളയജലത്തിൽ മൂലം പുഷ്കരസ്യ, ആ നാഡിയുടെ, ആ താമരപ്പൂവിൻ്റെ മൂലം അന്വേഷിച്ച് ആ നാഡിയിലൂടെ, ആ താമരത്തണ്ടിലൂടെ അങ്ങ് വിജിന്വത, കുറേ പോയി എന്ന് അന്വേഷിച്ചിട്ട്, അങ്ങയുടെ അസ്തിത്വം അന്വേഷിച്ച് അങ്ങിരിക്കുന്ന ഇരിപ്പിടമാകുന്ന താമരയുടെ തണ്ടിലൂടെ അതിൻ്റെ മൂലം അന്വേഷിച്ച് അങ്ങ് പുറത്ത് കുറേ അന്വേഷിച്ചു. വിജിന്വത, പക്ഷെ മനസ്സിലായില്ല. എന്നാൽ അബഹി എന്ന് വെച്ചാൽ അർത്ഥം പുറത്തല്ല എന്നാണ്. ബഹിർ പുറത്ത്, അബഹി പുറത്തല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അകത്ത്. അങ്ങയുടെ മനസ്സിൻ്റെ ഉള്ളിൽ, അങ്ങയുടെ ഉള്ളിൽ എന്നെ അന്വേഷിച്ചപ്പോൾ മത് വിചികിത്സയാം, ഞാൻ ആഗ്രഹിച്ചു, അങ്ങ് എന്നെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങയെ ഞാൻ അത് കണ്ടു. അപ്പോൾ തുഭ്യം, അങ്ങേക്കായിട്ട് മേ ആത്മാ ദർശിത, ഞാൻ എൻ്റെ ആത്മാ എന്ന് വെച്ചാൽ യഥാർത്ഥ സ്വരൂപത്തെ ദർശിത, അങ്ങേക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് അങ്ങേക്ക് എന്നെ അറിയാൻ സാധിച്ചത്. അതാണ് ആ പറയുന്നത്. എന്നെ അന്വേഷിച്ച് പുറത്ത് അങ്ങ് കുറേ നടന്നു അല്ലേ, ആ ഇരിപ്പിടത്തിൻ്റെ, ആ വാസസ്ഥലത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം അന്വേഷിച്ചു, കുറേ പുറത്ത് അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. പിന്നീട് അങ്ങ് അകത്തോട്ട് നോക്കിയപ്പോൾ, അകത്ത് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, ഇനി ബ്രഹ്മദേവന് കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങേക്കായി എൻ്റെ സ്വരൂപത്തെ, ഞാൻ എടുത്ത ഏറ്റവും ആദ്യത്തെ വിശാലമായ സ്ഥൂല രൂപത്തെ, ആ വിരാട് സ്വരൂപ രൂപത്തെ അങ്ങേക്ക് ഞാൻ കാണിച്ചു തന്നു. അത് എന്തുകൊണ്ടാണ് കാണിച്ചു തന്നത്?
അങ്ങയുടെ ആ തപസ്സിൽ പ്രസന്നനായിട്ട്, അങ്ങയുടെ ആ ഏകാഗ്രമായ മനസ്സ്, എന്നിൽ മാത്രം പൂർണ്ണ ശരണാഗതി അടഞ്ഞ് മനസ്സ് ഏകാഗ്രമാക്കി മറ്റെല്ലാ ചിന്തകളെയും ഇല്ലാതാക്കിയപ്പോഴാണ്, അങ്ങയുടെ ആ തപസ്സിൽ പ്രസന്നനായപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈശ്വരൻ തന്നെയാണ്, വേറെ ആരുമല്ല. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതിനെ കുറിച്ചാണല്ലോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അപ്പം മറ്റെല്ലാ ചിന്തകളെയും വിട്ടിട്ട് ആ ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കിയപ്പോൾ, പ്രസന്നനായി ഞാൻ അനുഗ്രഹിച്ചപ്പോഴാണ് അങ്ങേക്ക് എന്നെ കാണാൻ സാധിച്ചത്. അതെന്തുകൊണ്ടാണ് അങ്ങേക്ക് സാധിച്ചത്? പുറത്ത് തപ്പിയിട്ട് കാര്യമില്ല. അതായത് ഞാൻ ആരാണ്, നിങ്ങളാരാണ്, നമ്മളുടെ അസ്തിത്വം അന്വേഷിക്കാൻ നമ്മുടെ തറവാടുണ്ടല്ലോ, അച്ഛൻ അമ്മ പരമ്പരകൾ, നമ്മളുടെ മുത്തശ്ശൻ മുത്തശ്ശി, ഇങ്ങനെ പുറകിലോട്ട് പോയിട്ട് കാര്യമില്ല എന്ന്. ഇത് ഭൗതികതയാണ്. അതാണ് ബ്രഹ്മദേവൻ ആ താമരത്തണ്ടിലൂടെ കുറെ അന്വേഷിച്ചു, 100 വർഷം പോയി, ഒരു ജന്മം, ഒരു പുരുഷായുസ് അന്വേഷിച്ചു, കിട്ടിയില്ല കണ്ടോ. അപ്പം നമ്മൾ നമ്മുടെ തറവാടും നമ്മുടെ കുടുംബത്തിൻ്റെ പുറകിലോട്ട് പോയി നോക്കിയാൽ നമ്മുടെ അസ്തിത്വം അറിയില്ല. നമ്മുടെ ഉള്ളിൽ അന്വേഷിക്കണം. അതിന് മനസ്സ് ഏകാഗ്രമാവണം. അതിനാണ് ആ ധ്യാനം, തപസ് അനുഷ്ഠിച്ചത്. ആ അനുഷ്ഠിച്ചതിൽ പ്രസന്നനായ ഭഗവാൻ ബ്രഹ്മദേവന് കാണിച്ചു കൊടുത്തു, ഇതാണ്, ഞാനാണ് നിന്റെ അസ്തിത്വം, എന്നിൽ നിന്നാണ് നീ ഉണ്ടായത് എന്നുള്ള അറിവിനെ കൊടുത്തു. ശ്ലോകം 38. യത് ചകർത്ത അംഗ മത് സ്തോത്രം മത് കഥ അഭ്യുദയ അങ്കിതം യതുവാ തപസി തേ നിഷ്ഠ സഹയേഷ മതനുഗ്രഹ. എന്നിട്ട് പറയാണ്, അങ്ങനെ എന്നെ കണ്ടപ്പോൾ, ഇനി അങ്ങേ അനുഗ്രഹമാണ് ഭഗവാൻ പറയുന്നത്. അങ്ങ് എന്നെ കണ്ടു, എൻ്റെ അനുഗ്രഹത്താലാണ് അങ്ങ് എന്നെ കണ്ടത്, എൻ്റെ അനുഗ്രഹത്താലാണ് അങ്ങയ്ക്ക് എന്നെ അറിയണമെന്ന ആഗ്രഹം പോലും ഉണ്ടായത്. സൃഷ്ടി നടത്തണമെന്ന ആഗ്രഹം ഉണ്ടായതും എൻ്റെ അനുഗ്രഹത്താലാണ്. ആ സൃഷ്ടി നടത്താനുള്ള അതെങ്ങനെ ചെയ്യണം, ആ ചിന്തകളൊക്കെ വന്നത് എൻ്റെ അനുഗ്രഹത്താലാണ്. തപസ് ചെയ്യാൻ അങ്ങേക്ക് തോന്നിയതും എൻ്റെ അനുഗ്രഹത്താലാണ്. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങയെ അനുഗ്രഹിച്ചത് എന്നാണ് പറയുന്നത്. അങ്ക, അല്ലയോ ബ്രഹ്മാവേ, മത് സ്തോത്രം മത് കഥ അഭ്യുദയ അങ്കിതം. അങ്ങ് എൻ്റെ കഥകളെ, എൻ്റെ ലീലകളെ, അതായത് ഈ വിരാട് സ്വരൂപ രൂപത്തെ കണ്ടിട്ട് അങ്ങ് എൻ്റെ കഥകളെ, എൻ്റെ പ്രവർത്തികളെ, എൻ്റെ ലീലകളെ, എന്നിവയെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പ്രകീർത്തിച്ചു. മത് സ്തോത്രം, നിരവധി സ്തോത്രങ്ങളിലൂടെ എന്നെ അങ്ങ് പ്രകീർത്തിച്ചു. അത് ചകർത്ത എന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് അങ്ങ് അത് നിർവഹിച്ചു എന്നാണ്. ആ കണ്ട വിരാട് സ്വരൂപ രൂപത്തെ ബ്രഹ്മാവ് വർണ്ണിച്ചത് കണ്ടില്ലേ നേരത്തെ. അപ്പോൾ ആ വർണ്ണന, എൻ്റെ കർമ്മത്തെ, എൻ്റെ ലീലകളെ വളരെ ഭംഗിയായി എൻ്റെ സ്തോത്രങ്ങളിലൂടെ അങ്ങ് സ്തുതിച്ചത് വളരെ ഭംഗിയായി അങ്ങ് ആ കർമ്മം ചെയ്തു. അതുമാത്രമല്ല, യതുവാ, എന്നെ നേടാനായിട്ട്, തേ നിഷ്ഠ, അങ്ങ് നിഷ്ഠയോടുകൂടി തപസ്സും ചെയ്തു. സഹയേഷ മതനുഗ്രഹ, എൻ്റെ അനുഗ്രഹത്തിന് പാത്രമായതുകൊണ്ടാണ് അങ്ങേക്ക് ഇതൊക്കെ സാധിച്ചത് എന്ന് അറിയാം. അപ്പം ബ്രഹ്മദേവൻ്റെ കഴിവുകൊണ്ടല്ല സ്തുതിക്കുന്നത്, ബ്രഹ്മദേവൻ്റെ കഴിവുകൊണ്ടല്ല ബ്രഹ്മദേവൻ തപസ്സും ചെയ്യുന്നത്. എനിക്ക് എന്തോ ഒരു ശ്രേഷ്ഠതയുള്ളത് കൊണ്ട് ഞാൻ തപസ് ചെയ്തത് ഒന്നുമല്ല, എൻ്റെ അനുഗ്രഹത്തിന് പാത്രമായതുകൊണ്ടാണ് ബ്രഹ്മാവെ അങ്ങയ്ക്ക് ഇത്ര ഭംഗിയായിട്ട് എന്നെ സ്തുതിക്കാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ കർമ്മങ്ങളെ, ആ വിരാട് സ്വരൂപ രൂപത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ നടത്തിയ സ്തുതികൾ, അതുപോലെ എന്നെ അറിയണമെന്ന് ആഗ്രഹിച്ച അങ്ങ് നിഷ്ഠയോടുകൂടിയ തപസ്, ഇതൊക്കെ അങ്ങേക്ക് സാധിച്ചത് മതനുഗ്രഹ, എൻ്റെ അനുഗ്രഹത്തിന് പാത്രമായതുകൊണ്ടാണ് അങ്ങേക്ക് ഇതൊക്കെ സാധിച്ചത്. ഈ അനുഗ്രഹം കിട്ടാനുള്ള കാരണം എന്താണെന്നോ, പുറത്ത് അന്വേഷിച്ചിട്ട് ഒരു ഉത്തരം കിട്ടാതെ വന്നിരുന്നപ്പോൾ തപഹ എന്ന് 2 ശബ്ദം മാത്രം കേട്ടിട്ട്, ആര് പറഞ്ഞു എന്തു പറഞ്ഞു എന്നൊന്നും അറിയാതെ, അത് ചെയ്താൽ എന്ത് കിട്ടുമെന്നൊന്നും അറിയാതെ, നിഷ്കാമമായിട്ട് ഞാൻ എന്ന ഭാവമില്ലാതെ ആ കേട്ട അശരീരി തപസ് അനുഷ്ഠിക്കാൻ കാണിച്ച ബ്രഹ്മദേവൻ്റെ ആ മനസ്സുണ്ടല്ലോ, അവിടെയാണ് ഭഗവാൻ പ്രസന്നനായത്. അപ്പോഴാണ് ബ്രഹ്മദേവന് വിരാട് സ്വരൂപ രൂപത്തെ കാണാൻ പറ്റിയത്. പിന്നെ എങ്ങനെ സൃഷ്ടികർമ്മം നടത്തണമെന്നുള്ള തോന്നലും ചിന്തയും വന്നത്, അത് ഭഗവാനോട് അന്വേഷിക്കാൻ കാരണം, ഭഗവാനെ സ്തുതിക്കാൻ സാധിച്ചത്, ഈ തപസ്സുകളൊക്കെ അങ്ങേക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ അനുഗ്രഹത്താലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ശ്ലോകം 39. പ്രീതഃ അഹം അസ്തു ഭദ്രം തേ ലോകാനാം വിജയ ഇച്ഛയാ യത് അസ്തൗഷി ഗുണമയം നിർഗുണം മാ അനുവർണയൻ. പ്രീതഃ അഹം, ബ്രഹ്മദേവ, ഞാൻ അങ്ങയിൽ
വളരെയധികം പ്രീതനായിരിക്കുന്നു, സംപ്രീതനായിരിക്കുന്നു, പ്രസന്നനായിരിക്കുന്നു. ഭദ്രം അസ്തു, അങ്ങേക്ക് എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. തേ, അങ്ങേക്ക് ലോകാനാം വിജയ ഇച്ഛയ, ഈ 14 ലോകങ്ങളടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്താൽ നിൽക്കുന്ന അങ്ങേക്ക് യത് അസ്തൗഷി, എന്നെ യത് എപ്രകാരമാണോ അസ്തൗഷി എന്ന് വെച്ചാൽ സ്തുതിച്ചത്, ഗുണമയം എന്ന് വെച്ചാൽ എന്താ, ഗുണത്തോടു കൂടി നിൽക്കുന്ന എൻ്റെ രൂപത്തെ എന്ന് വെച്ചാൽ എനിക്ക് ഗുണത്തോടു കൂടി കിട്ടിയ ആദ്യത്തെ രൂപം എന്താണ്, ആ വിരാട് സ്വരൂപ രൂപത്തെ. എന്നാൽ നിർഗുണം, യഥാർത്ഥത്തിൽ നിർഗുണ പരമാത്മാവായിട്ടുള്ള ഞാൻ ഗുണത്തോടുകൂടി മായയിൽപ്പെട്ട് ഞാൻ ആദ്യം എടുത്ത ശരീരരൂപമാകുന്ന വിരാട് സ്വരൂപ രൂപം, അതാണ് ഗുണമയം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിർഗുണ പരമാത്മാവായ ഞാൻ എടുത്ത ആദ്യത്തെ ശരീരരൂപമാകുന്ന ആ വിരാട് സ്വരൂപ രൂപത്തെ മാം അനുവർണയൻ, അങ്ങ് വർണ്ണിച്ചില്ലേ, വർണ്ണിച്ച് അസ്തൗഷി എന്ന് വെച്ചാൽ എപ്രകാരമാണോ സ്തുതിച്ചത്, അതിൽ സംപ്രീതനായി ഞാൻ അങ്ങയെ ഇതാ അനുഗ്രഹിക്കുന്നു. അങ്ങേക്ക് എല്ലാ ആശീർവാദങ്ങളും ഉണ്ടാവട്ടെ, ഞാൻ അതിൽ വളരെ പ്രസന്നനായിരിക്കുന്നു. അങ്ങേക്കിനി അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെ സൃഷ്ടികർമ്മം നടത്താനും സാധിക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഇനി 40ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മദേവനോടുള്ള അനുഗ്രഹം കൊടുത്തിട്ട് ഭഗവാൻ ഇനി ബ്രഹ്മദേവൻ സൃഷ്ടിക്കാൻ പോകുന്ന പ്രജകളുണ്ടല്ലോ, നമ്മളെപ്പോലെയുള്ളവർക്കായിട്ട് ഒരു നിർദ്ദേശം, ഒരു ഉപദേശം നൽകുകയാണ് കേട്ടോ. ഇത് നമുക്കാണ് നൽകുന്നത്. ശ്ലോകം 40. ഇനി ബ്രഹ്മദേവൻ സൃഷ്ടിക്കാൻ പോകുന്ന ജീവസത്തകൾക്കുള്ള ഒരു ഉപദേശമാണ് ഇനി ആ ഭഗവാൻ നൽകുന്നത്. ശ്ലോകം 40. യാ ഏതേന പുമാൻ നിത്യം സ്തുത്വാ സ്തോത്രേണ മാം ഭജേത് തസ്യാശു സംപ്രസീദേയം സർവകാമവരേശ്വര. യഹ, ഏതൊരു, പുമാൻ മനുഷ്യനാണോ, നിത്യം എന്നും, സ്തുത്വാ സ്തോത്രേണ ബ്രഹ്മദേവൻ സ്തുതിച്ചതുപോലെ എൻ്റെ പാദങ്ങളിൽ പൂർണ്ണ അർപ്പണം ചെയ്തുകൊണ്ട് എന്നെ സ്തുത്വ എന്ന് വെച്ചാൽ സ്തുതിക്കുന്നത്, മാം ഭജേത് എന്നെ ഭജിക്കുന്നത്, ഏതേനാന്ന് വെച്ചാൽ ഇപ്രകാരം ബ്രഹ്മദേവൻ ചെയ്തതുപോലെ ഏതൊരു മനുഷ്യനാണോ എൻ്റെ പാദങ്ങളിൽ പൂർണ്ണ അർപ്പണം ചെയ്തുകൊണ്ട് എന്നിൽ കീഴടങ്ങിക്കൊണ്ട് എന്നെ ഭജിച്ച് എന്നെ ഭുജിച്ച് എന്നെ സ്തുതിച്ചുകൊണ്ട് കഴിയുന്നത്, തസ്യ ആ ഭക്തനെ ആശു വളരെ പെട്ടെന്ന് തന്നെ സംപ്രസീദേയം അവനിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പ്രസന്നനാകുന്നു. സർവകാമവരേശ്വര അവൻ്റെ എല്ലാ കാമങ്ങളും ആഗ്രഹങ്ങളും അതിനുശേഷം ഞാൻ പിന്നെ എന്നെ പ്രസന്നനാക്കുക അതുവരെ ഉള്ളൂ ഒരു ഭക്തന് പണി. പിന്നെ ഭക്തന് പണിയില്ല. പിന്നെ അവൻ വെറുതെ ഇരുന്നാൽ മതി, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ അവന് സാധിച്ചു കൊടുക്കും. എല്ലാ വരങ്ങളും നൽകാൻ കഴിവുള്ള ഈശ്വരനായ ഞാൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കും. ഒരു ഭക്തൻ്റെ പണി ഭഗവാനെ പ്രസന്നനാക്കുക എന്നുള്ളതാണ്. പിന്നെ ഭഗവാൻ ഭക്തൻ്റെ അടിമയാണെന്നാണ് പറയുന്നത്. അതായത് എന്താണോ ഒരു അടിമ ഉടമയ്ക്ക് ചെയ്തു കൊടുക്കുക, ഉടമയുടെ മനസ്സ് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നത് പോലെ അതുവരെ ഉള്ളൂ ഭക്തന് പണി. ഭഗവാൻ പ്രസന്നനായി കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തൻ്റെ അടിമയാണെന്നാണ് പറയുക. പിന്നെ ഭക്തൻ എന്ത് വേണമെങ്കിലും എല്ലാം ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നു. അപ്പോൾ മനുഷ്യനോടും എല്ലാവരോടും കൂടി നമ്മളെല്ലാവർക്കുമായി ഭഗവാൻ പറയുന്ന ഏതൊരു മനുഷ്യനാണോ ബ്രഹ്മദേവൻ അനുഷ്ഠിച്ചതുപോലെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ട് ഞാൻ എന്ന ഭാവമില്ലാതെ നിഷ്കാമമായി സ്വധർമ്മത്തെ സ്വന്തം കർമ്മത്തെ അനുഷ്ഠിച്ച് ജീവിക്കുന്നു, അവനിൽ ഞാൻ പ്രസന്നനാവുന്നു. അതാണ് ആ പറയുന്നത്. സ്തോത്രേണ സ്തുത്വ എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കാന്നല്ല. ബ്രഹ്മദേവൻ അനുഷ്ഠിച്ചൊരു മാർഗമുണ്ടല്ലോ, നിഷ്കാമമായി ഞാൻ എന്ന അഹങ്കാരം കൂടാതെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കീഴടങ്ങിക്കൊണ്ട് കർമ്മം ചെയ്യുന്നത് ആരാണോ അവനിൽ ഞാൻ പ്രസന്നനാകുന്നു. പിന്നെ എന്നെ പ്രസന്നനാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടതെല്ലാം ഞാൻ നൽകുന്നു. ശ്ലോകം 41. പൂർത്തേന തപസാ യജ്ഞൈ ദാനേ യോഗ സമാധിന രാധം നിശ്രേയസം പുംസാം മത്പ്രീതി തത്വവിന്മതം. അതായത് തത്വജ്ഞാനികൾ പറയാറുണ്ട് പൂർത്തേന, അതായത് സത്പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവർക്കും സമൂഹത്തിനും നല്ലത് വരുന്ന സത്പ്രവർത്തികൾ ചെയ്യുക. തപസ് ചെയ്യുക, യജ്ഞ യാഗങ്ങൾ പൂജകൾ യജ്ഞങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക, യോഗസമാധിന യോഗാമാർഗം, അതായത് അഷ്ടാംഗ യോഗ പരിശീലിച്ചിട്ട് സമാധി അവസ്ഥയെ പ്രാപിക്കുക. ഇവയെല്ലാം നിശ്രേയസം പുംസാം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുന്ന
ആ മത് പ്രീതി, എൻ്റെ പ്രീതിയെ, എന്നെ പ്രസന്നനാക്കാൻ എൻ്റെ പ്രീതിയെ രാധം നേടാൻ കഴിയുന്നു എന്ന്. തത്വജ്ഞാനികൾ പറയുന്നത് സത്പ്രവൃത്തികൾ, സമൂഹത്തിന് മറ്റുള്ളവർക്ക് നന്മ വരുന്ന സത്പ്രവൃത്തികൾ ചെയ്യുക, തപസ് ചെയ്യുക, മനസ്സേകാഗ്രമാക്കിയിരിക്കുക, യാഗയജ്ഞാദി പൂജകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, യോഗാഭ്യാസത്തിലൂടെ മനസ്സേകാഗ്രമാക്കി സമാധിയെ പ്രാപിക്കുക. ഇത്തരം കർമ്മങ്ങളൊക്കെ മനുഷ്യർ ചെയ്തു കഴിഞ്ഞാൽ അവനെ ഭഗവാന്റെ, എൻ്റെ പ്രീതിയെ പ്രാപിക്കാൻ കഴിയും, നേടാൻ കഴിയുമെന്നാണ് തത്വജ്ഞാനികൾ പറയുന്നത്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം? ഈ പ്രവർത്തികളൊക്കെ സത്പ്രവർത്തികളാകണമെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന ഞാനും അതിനുള്ള കഴിവും അതിൻ്റെ ആ പ്രവൃത്തിയുടെ, ആ കർമ്മത്തിൻ്റെ ഫലവും, ആ കർമ്മം ചെയ്യുന്ന ഞാനും അതിനുള്ള ശക്തിയായിരിക്കുന്നതും എല്ലാം ആ പ്രകൃതിയാണ്, ആ ഭഗവാനാണ്, ആ പരമാത്മാവാണ് എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇപ്പം പറഞ്ഞ ഈ തപസ്സും ദാനവും യാഗവും യജ്ഞവും സമാധിയും യോഗവും സത്പ്രവൃത്തികളും എല്ലാം സത് പ്രവൃത്തിയാവുകയുള്ളൂ, ശുദ്ധമാവുകയുള്ളൂ. അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഇത് ശുദ്ധമല്ല. മനസ്സിലായ? പ്രവൃത്തി നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശുദ്ധമാവണമെങ്കിൽ അത് ഞാൻ എന്ന ഭാവമില്ലാതെ ചെയ്യണം. ഇപ്പൊ ബ്രഹ്മദേവൻ പറഞ്ഞതുപോലെ ഈ സൃഷ്ടികർമ്മം ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇത് ഞാനാ ചെയ്യുന്ന കർത്താവ് എന്ന് എനിക്ക് തോന്നരുതേ ഭഗവാനെ. അതിനായിട്ടാണ് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത്. അതെനിക്ക് ഒരിക്കലും തോന്നരുതേ, അങ്ങാണ് ഇത് ചെയ്യുന്നത്. കാരണം ബ്രഹ്മാവിന്റെ രൂപം എടുത്ത് വന്നത് സത്യത്തിൽ ആ ഭഗവാനാണ് അല്ലേ. ആദ്യം എടുത്ത ശരീരരൂപം വിരാട് സ്വരൂപനിൽ നിന്ന് ആദ്യം എടുത്തത് വിരാട് സ്വരൂപമാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്ന ആദ്യത്തെ രൂപം ബ്രഹ്മാവ്. ഇനി അടുത്തത് അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് നമ്മളെല്ലാവരും. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ അസ്തിത്വം അതാണ്, ആ പരമാത്മാവാണ്. അപ്പോൾ ആ ശക്തിയാണല്ലോ സകല കർമ്മങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ആ കണ്ണാടി ആട് എന്ന സങ്കല്പം നമ്മൾ പറഞ്ഞില്ലേ, ആടുന്നത് പോലെ ആ സങ്കല്പത്തിൽ ഈ തലത്തിൽ തത്വത്തിൽ മനസ്സ് വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുക, അതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രീതിയെ പ്രാപിക്കാൻ സാധിക്കും. 42 അഹമാത്മാ ആത്മാനം ധാത പ്രേഷ്ട സൻ പ്രേയസാം അഭി അദഹമയി രതിം കുര്യാത് ദേഹ ആദി യത് കൃതേ പ്രിയ. എന്നിട്ട് ഭഗവാൻ പറയാണ് ഒരു തത്വം, അഹം ആത്മാ, ഞാൻ പരമാത്മാവാണ്, ആത്മാനം ധാത, സകല ചരാചരങ്ങളുടെയും ധാതാവാണ് ഞാൻ, പ്രേയസാം അഭി പ്രേഷ്ടഹാസൻ, പ്രേയസാം അഭി, നിങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ, നമുക്ക് പ്രിയപ്പെട്ടവരിൽ വെച്ച് പ്രേഷ്ടഹ, ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള സൻ, നമ്മുടെ സത്ത, നമ്മൾ തന്നെയാകുന്ന നമ്മുടെ സത്തയാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മൾക്ക് ഒരുപാട് പേരോട് സ്നേഹം ഉണ്ടാവും അല്ലേ, നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടാവും, അച്ഛൻ, അമ്മ, മക്കള്, അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടമുള്ളത്, ഭർത്താവ്, ഭാര്യ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതൊക്കെ ഒരു മായയാണ്. യഥാർത്ഥത്തിൽ ഞാനും എല്ലാവരും, നിങ്ങളും എല്ലാവരും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് നമ്മളെ തന്നെയാണ്. അതാണ് വാസ്തവം. ബാക്കിയെല്ലാം ഒരു മായ. നമുക്കിഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്, പ്രേയസാമഭി, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ വെച്ച് പ്രേഷ്ഠ, ഏറ്റവും പ്രിയമുള്ള ആള് നിങ്ങൾ തന്നെയാണ്. അതാണ് സെൻ, അത് നിങ്ങൾ തന്നെയാണ് നൽകുന്ന ആ സത്തയെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ സ്നേഹമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് കാണിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ, നമ്മളുടെ ശരീരമാണ് നമ്മളെപ്പോഴും സംരക്ഷിക്കുക അല്ലേ. നമുക്ക് ആ ശരീരം, നമ്മളുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, അതിനെയാണ് നമ്മളെപ്പോഴും സംരക്ഷിക്കുക. അപ്പം നമ്മളുടെ ശരീരത്തോട്, നമ്മളുടെ സ്വന്തമായിട്ടുള്ളതിനോടൊക്കെ നമുക്കൊരു സ്നേഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയായിരിക്കുന്ന സത്തയോടുള്ള സ്നേഹമാണ്. അതാണ് നമ്മൾ ശരീരത്തോട് കാണിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഞാൻ പരമാത്മാവാണ്, സർവചരാചരങ്ങളുടെയും ദാതാവാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ തന്നെ സത്തയാകണം ഞാൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മയി രതി കുര്യാത്, എന്നിൽ രതി കുര്യാത് എന്ന് വെച്ചാൽ പ്രേമം പൂർവമായ ഒരു ഭക്തിയെ, സമർപ്പിത ഭക്തിയെ കുര്യാത്, ഉണർത്തുക, അതാണ് വേണ്ടത് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളും ഞാൻ തന്നെയാകുന്ന, നിങ്ങൾ തന്നെയാകുന്ന എന്നെയാണ്. അപ്പോൾ നിങ്ങളുടെക്ക് അതുകൊണ്ട് മറ്റെന്തിനേക്കാൾ ഉപരി എന്നിൽ ഒരു സമർപ്പിത പ്രേമ ഭക്തിയെ നിങ്ങൾ ഉണർത്തുക. അപ്പം എന്താ സംഭവിക്കണമെന്നാ,
യത് കൃതേ, എന്തിനു വേണ്ടിയാണോ കൃതേ എന്ന് വെച്ചാൽ നിങ്ങളിവിടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ആളുകളെയൊക്കെ ഈ ഭൗതിക ലോകത്തെ സ്നേഹിക്കുന്നത്, പ്രിയഹ സ്നേഹിക്കുന്നത്, ദേഹാദിബി, ശരീരം മുതലായവയെയൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ സ്നേഹിക്കുന്നത്, പ്രിയഹ, അത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ, ആ ഭഗവാനെയാണ്, ആ ചൈതന്യത്തെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അർപ്പിത മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കേണ്ടത്, ഭക്തിയോടെ ആരാധിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം ആക്ച്വലി ആ വാസ്തവമാണത്. മറ്റെല്ലാത്തിനോടും സ്നേഹമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റ്ലിക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളാൽ തന്നെയാണ് നമ്മളാകുന്ന ആ സത്തയെ തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ അതറിയാതെ നമ്മൾ ദേഹാദിബി, ശരീരം മുതലായവയാണ് നമുക്ക് പ്രിയപ്പെട്ടത്. അതായത് ആ ഉള്ളിലുള്ള സ്നേഹം നമ്മളിങ്ങനെ പുറമേക്ക് പ്രകടിപ്പിക്കുന്നതാണ്. അപ്പം എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഈ ശരീരത്തെയൊക്കെ സ്നേഹിക്കുന്നത്, അത് നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണത്, അതിനെ പ്രകടിപ്പിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഞാൻ, അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സത്തയാണ് ആ ഞാൻ പരമാത്മാവാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ദാതാവാണ്. ആയതിനാൽ എന്നിൽ പ്രേമഭക്തിയെ ഉണർത്തൂ എന്ന് നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ് അത് കേട്ടോ. ഇനി ശ്ലോകം 43. സർവവേദമയേന ഇതമാത്മന ആത്മയോനിന പ്രജാസൃജയതാപൂർവം യഹ ച മയി അനുശേരതേ. എന്നിട്ട് പറയാണ്, അല്ലയോ ബ്രഹ്മദേവ, ആത്മയോനിന എന്ന് വെച്ചാൽ അർത്ഥം ഞാൻ തന്നെയാകുന്ന യോനിയിൽ നിന്ന്, ആത്മാ എന്ന് വെച്ചാൽ ഞാൻ തന്നെയാകുന്ന ആത്മന അങ്ങ്. അപ്പൊ ബ്രഹ്മാവിനോട് പറയാണ്, ഞാൻ തന്നെയാകുന്ന പരമാത്മാവാകുന്ന ആ വിരാട് സ്വരൂപന്റെ യോനിയിൽ നിന്നും ഉണ്ടായി ഞാൻ തന്നെയാകുന്ന അങ്ങ്, ആത്മന, ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങ് സർവവേദമയേന, സകല അറിവുകളും ലയിച്ചു ചേർന്നിരിക്കുന്ന അങ്ങ്, ഇതം ഈ പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും യഥാപൂർവം മുന്നത്തെ പോലെ സൃഷ്ടിച്ചോളൂ എന്ന്. അതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, അങ്ങ് ഈ ചെയ്യാൻ പോകുന്ന കർമ്മം ഉണ്ടല്ലോ, ഒന്നുമില്ലായ്മയിൽ നിന്നല്ല അങ്ങ് ഈ സൃഷ്ടികർമ്മം നടത്തുന്നത്. യഹാച്ച, അങ്ങ് എന്തിനെയാണോ സൃഷ്ടിക്കാൻ പോകുന്നത് അതെല്ലാം മയി അനുശേരത, എന്നിൽ ലയിച്ചു കിടക്കുന്നതാണ് എന്ന്. ഒരു മിനിറ്റ്. ഞാൻ തന്നെയാകുന്ന യോനിയിൽ നിന്ന്, ഞാൻ തന്നെയാകുന്ന ജനിച്ച് ബ്രഹ്മാവിൻ്റെ ശരീരം എടുത്തു വന്ന അങ്ങ്, സർവജ്ഞാനങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന അങ്ങ് ഇനി ഈ പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും മുന്നത്തെ കൽപ്പത്തിലെ പോലെ തന്നെ സൃഷ്ടിച്ചു കൊള്ളുക. അങ്ങ് ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത് പുതുതായി ഉണ്ടാക്കുന്നതല്ല. അങ്ങ് സൃഷ്ടിക്കാൻ പോകുന്ന മുഴുവൻ പ്രപഞ്ചവും സർവചരാചരങ്ങളും സൂക്ഷ്മരൂപത്തിൽ എന്നിൽ ലയിച്ചിരിക്കുന്നതാണ്. അതിനെ പുറത്തേക്ക് പ്രദർശിപ്പിക്കുക മാത്രമാണ് അങ്ങ് ചെയ്യുന്നത്. ആ കർമ്മം ഇനി അങ്ങ് ചെയ്തോളൂ. അങ്ങ് സൃഷ്ടിക്കാൻ പോകുന്ന മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ഉദരത്തിൽ ലയിച്ചിരിക്കുന്നതാണ്. ഇനി അങ്ങ് സൂക്ഷ്മരൂപത്തിൽ, ഇനി അതിനെ പുറത്തേക്ക് പ്രദർശിപ്പിക്കുക മാത്രമാണ് അങ്ങ് ചെയ്യുന്നത്. ആ കർമ്മത്തെ അങ്ങ് തന്നെ അനുഷ്ഠിച്ചോളുക. അങ്ങ് എന്ന് പറയുന്നത് ആരാ? ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാകുന്ന, എൻ്റെ തന്നെ യോനിയിൽ നിന്നുണ്ടാകുന്ന ഞാൻ തന്നെയാണ് അങ്ങ്. അതാണ് ആ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ വ്യത്യാസമില്ല എന്നർത്ഥം. ശ്ലോകം 44. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി വിദുരരോട് പറയാണ്, തസ്മായേവം ജഗത് സൃഷ്ടി പ്രധാന പുരുഷേശ്വര വ്യജ്യ ഇതം സ്വേന രൂപേണ കഞ്ചനാഭ തിരോധതേ. അതായത് മൈത്രേയ മഹർഷി ഇനി വിദുരരോട് പറയാണ്, തസ്മാ, അങ്ങനെ ബ്രഹ്മദേവ ഏവം, ഇപ്രകാരം ജഗത് സൃഷ്ടി, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്ന കർമ്മം പ്രധാന പുരുഷേശ്വര എന്ന് വെച്ചാൽ പ്രകൃതിയും പുരുഷനും കൂടിച്ചേർന്ന ആ ഈശ്വരനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാൻ വ്യജ്യ എന്ന് വെച്ചാൽ നിർദ്ദേശിച്ചു. ഇതം, ഇപ്രകാരം. അപ്പോൾ ഇപ്രകാരം ബ്രഹ്മാവിന് ആ പുരുഷ പ്രകൃതി സംയോഗമാകുന്ന പരമാത്മാവ് ഒരു ശരീരരൂപത്തിൽ, വിരാട് സ്വരൂപ രൂപത്തിൽ അവതരിച്ച് ചെയ്യേണ്ട സൃഷ്ടികർമ്മം എങ്ങനെ ചെയ്യണമെന്ന് ഇപ്രകാരം ബ്രഹ്മദേവന് വ്യജ്യ എന്ന് വെച്ചാൽ നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് സ്വേന രൂപേണ, ആ സ്വന്തം രൂപത്തിൽ, അതായത് ആ വിരാട് സ്വരൂപ രൂപത്തിൽ കഞ്ചനാഭ, മനസ്സിലായ ആ പത്മനാഭസ്വാമി രൂപത്തിൽ നിന്നും തിരോധതേ,
അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്ന്. അപ്പോൾ ബ്രഹ്മാവിന് സർവ്വ ഐശ്വര്യങ്ങളും നൽകിയിട്ട് ബ്രഹ്മദേവൻ ചെയ്ത ആ കർമ്മം ഇനി ലോകത്തിനൊരു മാതൃകയാകണം. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന സർവ്വലോകത്തിലും സകല ചരാചരങ്ങളും ഇനി ഈ മാതൃകയിലൂടെ ജീവിക്കണം, കർമ്മം ചെയ്യണം എന്നൊരു നിർദ്ദേശം. അപ്പോൾ എന്നെ അറിയാം, മറ നീക്കി എന്നെ അറിയാൻ സാധിക്കുമെന്നൊരു നിർദ്ദേശവും ഉപദേശവും നൽകിക്കൊണ്ട് ആ വിരാട് സ്വരൂപ ദർശനം കിട്ടിയിരിക്കുകയാണല്ലോ ബ്രഹ്മാവിനെ. ആ രൂപം, ആ ആദിനാരായണ രൂപം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ശ്രീ പത്മനാഭസ്വാമി ഈ രൂപത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇപ്രകാരം കർമ്മം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ മൈത്രേയ മഹർഷി പറഞ്ഞു നിർത്തിയെടുത്ത് 9ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇനി 10ാമത്തെ അധ്യായത്തിൽ അപ്പോൾ വിതുരർ ചോദിക്കുന്ന അടുത്ത ചോദ്യം, അങ്ങനെ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചരാചരങ്ങളെ, സർവചരാചരങ്ങളെയും എങ്ങനെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്? ഇപ്പോൾ ഏത് സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ആ കർമ്മം ചെയ്യേണ്ടത് എന്ന് ബ്രഹ്മദേവന് മനസ്സിലായില്ലേ? ഏത് സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ കർമ്മം ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ഇനി അത് എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവ് കിട്ടാൻ 100 തപസ് ചെയ്താൽ മതി എന്നും ഭഗവാൻ പറഞ്ഞു. ആ പ്രവൃത്തി ചെയ്യേണ്ടതിനെക്കുറിച്ച് അറിവ് കിട്ടാൻ. അപ്പോൾ മുൻകൽപ്പത്തിൽ സൃഷ്ടിച്ച സ്മരണ വരും, ശരിക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ അങ്ങോട്ട് കർമ്മം ചെയ്യാനും പറ്റും. ഏത് സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്നും ബ്രഹ്മദേവന് പറഞ്ഞു കൊടുത്തു. ഇനി ബ്രഹ്മദേവൻ ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഈ ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ഓരോന്നോരോന്നായി എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം വിതുരർ ചോദിക്കുകയാണ് 10ാമത്തെ അധ്യായത്തിൽ. അതാണ് ഇനി നമ്മൾ അധ്യായം 10 കാണുന്നത്. അതിനി നമുക്ക് അടുത്ത വ്യാഴാഴ്ച